ജീവിതശൈലി രോഗങ്ങളിലൊന്നാണ് പ്രമേഹം. പ്രമേഹമുള്ളവർ ഭക്ഷണക്കാര്യത്തിൽ തന്നെയാണ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുമെന്ന് കരുതി പ്രമേഹമുള്ളവർ ചോറ് പൂർണ്ണമായും ഒഴിവാക്കാറുണ്ട്. എന്നാൽ പ്രമേഹമുള്ളവർക്ക് ചോറ് കഴിക്കാമോ? ചോറ് കഴിക്കാമെങ്കിൽ ഏതരിയാണ് പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് ഷുഗർ അധികം കൂടാതിരിക്കാൻ സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്ന്, ബ്രൗൺ റൈസ്. പ്രമേഹമുള്ളവർ എപ്പോഴും തവിട് കളയാത്ത അരി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബ്രൗൺ റൈസ്, മട്ടയരി എന്നിവ ഉപയോഗിക്കാം. വെളുത്ത അരി പൊതുവെ പ്രമേഹത്തിന് നല്ലതല്ല. കാരണം വെളുത്ത അരിയെ അപേക്ഷിച്ച് തവിട് നിറത്തിലുള്ള അരിയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. ബ്രൗൺ റൈസ് കഴിച്ചതിനു ശേഷം പ്രമേഹമുള്ളവരിൽ പെട്ടെന്ന് ഷുഗർ കൂടില്ല. ഇതുമാത്രമല്ല, ബ്രൗൺ റൈസിൽ ഫൈബർ ധാരാളമായി കാണപ്പെടുന്നതിനാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനവും ആഗിരണവും പതുക്കെ മാത്രമായിരിക്കും നടക്കുന്നത്. ഈ ഫൈബർ കൂടുതൽ നേരം വിശപ്പില്ലാതിരിക്കാനും സഹായിക്കും. കൂടാതെ ബ്രൗൺ റൈസിലുള്ള ഹൈ ഫൈബർ, മെഗ്നീഷ്യം, ഹെൽത്തി ഫാറ്റ്സ് എന്നീ ന്യൂട്രിയൻസ് കൊളസ്ട്രോൾ കുറയ്ക്കാനും BP കുറയ്ക്കാനും സഹായിക്കുന്നത് മൂലം ഹൃദയ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ചുവന്ന അരി കഴിക്കുന്നവർ ചോറിൻ്റെ അളവ് കുറയ്ക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് പച്ചക്കറികൾ ധാരാളമായി കഴിക്കാം. പയർവർഗ്ഗങ്ങളും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പ്രമേഹമുള്ളവർ ഈ പറയുന്ന രീതിയിലാണ് ബ്രൗൺ റൈസ് തയ്യാറാക്കി ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ഗുണകരമായിരിക്കും. അരി വെന്ത ശേഷം തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഇത് പിന്നീട് 8-10 മണിക്കൂറിന് ശേഷം പുറത്ത് വെച്ച് ചൂടാക്കി ഉപയോഗിക്കാം. ഇതിൽ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ധാരാളമുണ്ട്. റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഒരു തരം ഡയറ്ററി ഫൈബറാണ്. ഈ ഫൈബർ പെട്ടെന്ന് ദഹിക്കില്ല. അതിനാൽ ഈ അരിയിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ ആഗിരണവും ദഹനവുമൊക്കെ മന്ദഗതിയിലായിരിക്കും നടക്കുക. അതുമൂലം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ കൂടാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ റൈസ് എന്തുകൊണ്ടും പ്രമേഹമുള്ളവർക്ക് വളരെ നല്ലതാണ്. 2, റെഡ് റൈസ്. പ്രമേഹമുള്ളവർക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന അരിയാണ് റെഡ് റൈസ്. ഈ അരി ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രമേഹമുള്ളവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും ഓവറോൾ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിനും പ്രമേഹത്തിനോട് അനുബന്ധിച്ചുള്ള മറ്റു പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കും. റെഡ് റൈസിന് വെളുത്ത അരിയേക്കാൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാൻ സഹായിക്കുന്നു. കൂടാതെ റെഡ് റൈസിലെ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും കാർബോഹൈഡ്രേറ്റ് ദഹനത്തെയും ആഗിരണത്തെയും മന്ദഗതിയിലാക്കുന്നതിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും വെയ്റ്റ് ലോസിനും കൂടെ സഹായിക്കുന്നു. കൂടാതെ ഇതിലെ ന്യൂട്രിയൻസായ മെഗ്നീഷ്യം ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. B വൈറ്റമിൻസ് എനർജി നൽകുന്നതിന് സഹായിക്കുന്നു. ഇതിലെ അയണും ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രമേഹമുള്ളവരിൽ ബ്ലഡ് സെൽസ് ശരിയായി ഫംഗ്ഷൻ ചെയ്യുന്നതിനും സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു. കൂടാതെ ചീത്ത കൊളസ്ട്രോളായ LDL കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ വളരെ നല്ലതുകൂടിയാണ് റെഡ് റൈസ്. അങ്ങനെ ഓവറോൾ ഹെൽത്ത് പ്രമേഹമുള്ളവരിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണം കൂടിയാണ് റെഡ് റൈസ്. റെഡ് റൈസ് കഴിക്കുന്നവർ ചോറിൻ്റെ അളവ് കുറച്ച് കഴിക്കുക. ഈ ചോറിനോടൊപ്പം ധാരാളം പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അടുത്തത് ബ്ലാക്ക് റൈസ്. ധാരാളം ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന പോഷക സമ്പുഷ്ടമായ അരിയാണ് ബ്ലാക്ക് റൈസ്. ഇതിലെ ഗ്ലൈസെമിക് ഗുണങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. ബ്ലാക്ക് റൈസിലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രമേഹമുള്ളവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രമേഹത്തിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രയാസങ്ങളും കോംപ്ലിക്കേഷൻസൊക്കെ കുറയ്ക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിലെ ന്യൂട്രിയൻസായ മെഗ്നീഷ്യം, അയൺ, B വൈറ്റമിൻസ് മുതലായവ നല്ല എനർജി നൽകുന്നതിനും ബ്ലഡ് സെൽസ് ആരോഗ്യകരമായി നിലനിർത്തുന്നതിനുമൊക്കെ സഹായിക്കുന്നു. പ്രമേഹമുള്ളവരിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വളരെ നല്ലതാണ് ബ്ലാക്ക് റൈസ്. ഇതുകൂടാതെ LDL എന്ന ബാഡ് കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് ബ്ലാക്ക് റൈസ്. ഇതിലെ മറ്റു പോഷകങ്ങൾ രക്തചംക്രമണം മെച്ചപ്പെടുത്തി മറ്റ് ഹൃദയരോഗങ്ങൾ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്നു. കൂടാതെ ഇതിലെ ഹൈ പ്രോട്ടീൻസ് മസിൽസ് മെയിൻ്റനൻസ് ചെയ്യുന്നതിനും ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് ബാസ്മതി റൈസ്. ബാസ്മതി റൈസും പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. ബാസ്മതി റൈസിൽ തന്നെ പല വെറൈറ്റികളുമുണ്ട്. ഇതിൽ ബാസ്മതി ബ്രൗൺ റൈസാണ് പ്രമേഹമുള്ളവർക്ക് ഏറ്റവും നല്ലത്. B വൈറ്റമിൻസിൻ്റെ നല്ലൊരു സോഴ്സ് കൂടിയാണ് ബാസ്മതി റൈസ്. കൂടാതെ മെഗ്നീഷ്യവും അയണും ഇതിൽ കാണപ്പെടുന്നു. ഇതുകൂടാതെ ഇതിൽ ഹൈ ഫൈബറുണ്ട്. ഈ ഹൈ ഫൈബറാണ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്. വെള്ള അരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടും ബാസ്മതി ബ്രൗൺ റൈസ് പ്രമേഹമുള്ളവർക്ക് അനുയോജ്യമായ റൈസാണ്. കാരണം ഇതിലും ഗ്ലൈസെമിക് സൂചിക വെള്ള അരിയേക്കാൾ കുറവാണുള്ളത്. കൂടാതെ ഫാറ്റും സോഡിയവും കുറവുള്ളതിനാൽ പ്രമേഹമുള്ളവർ
പ്രമേഹമുള്ളവരിൽ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വളരെ നല്ലത് കൂടിയാണ് ബാസ്മതി റൈസ്. പ്രമേഹമുള്ളവരിൽ ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ലോ ഫാറ്റും അതുപോലെ തന്നെ സോഡിയവും കുറവുള്ള ഭക്ഷണങ്ങളുമാണ് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഫാറ്റ് കുറവും സോഡിയവും കുറവുള്ള നല്ല ഒരു അരിയാണ് ബാസ്മതി റൈസ്. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്ന അരിയാണിത്. ഈ അരി കഴിക്കുമ്പോൾ പോർഷൻ കൺട്രോൾ ചെയ്ത് വേണം കഴിക്കാൻ. അതായത് അമിതമായി ചോറ് കഴിക്കരുത്. മിതമായ അളവിൽ മാത്രമേ ബാസ്മതി റൈസും കഴിക്കാവൂ. ബാസ്മതി റൈസ് കഴിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ചിക്കൻ കറി, മുട്ടക്കറിയൊക്കെ ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ ഉൾപ്പെടുത്താം. അതുപോലെ പച്ചക്കറികളും ധാരാളമായി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ബാസ്മതി റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് വേണം അരി വേവിച്ചെടുക്കാൻ. അരി വെന്തതിനു ശേഷം തണുക്കാൻ അനുവദിക്കുക. തണുക്കുമ്പോൾ ഇതിലെ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് കൂടാനിടയാകും. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്താണെന്ന്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതിനാൽ ഈ അരിയിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ ആഗിരണവും ദഹനവുമൊക്കെ മന്ദഗതിയിലായിരിക്കും നടക്കുന്നത്. അതുമൂലം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ കൂടാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ റൈസ് എന്തുകൊണ്ടും പ്രമേഹമുള്ളവർക്ക് വളരെ നല്ലതാണ്. ബാസ്മതി റൈസിൽ തന്നെ പല വെറൈറ്റികളുമുണ്ട് എന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. നല്ല നീളത്തിലുള്ള അരിയും കാണാം, അതുപോലെ നല്ല ചെറിയ ടൈപ്പുള്ള അരിയും കാണാം. ഇതിലേറ്റവും നല്ലത് നീളത്തിലുള്ള അരിയാണ്. നീളത്തിലുള്ള അരിയെയാണ് ബാസ്മതി റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞ അരികളെല്ലാം പ്രമേഹമുള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന അരികളാണ്. ഇനി ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞ് ചോറ് കഴിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പറഞ്ഞ അരികളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പറഞ്ഞ രീതിയിൽ വേണം കഴിക്കാനായി. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സകല ന്യൂട്രിയൻസും ഈ അരികളിലുണ്ട്. മാത്രമല്ല ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, ഗ്ലൈസെമിക് ഇൻഡെക്സും കുറവാണ്. ചോറ് കഴിക്കുന്നവർ ചോറിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. അളവ് കുറച്ച് മാത്രമേ ചോറ് കഴിക്കാവൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്